ഈ നാട്ടിൽ വന്നിട്ട് കുളിച്ചിട്ട് അമ്പലത്തിലൊക്കെ പോണ ഒരു സുഖം നോക്ക് ഗൈസ്. ഞങ്ങളുടെ കണിക്കൊന്ന. അപ്പൊ നമുക്ക് അമ്പലത്തിൽ പോകാം. അപ്പോൾ നമ്മുടെ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ. ഇവിടെ പുത്തങ്കാവ് അമ്പലം എന്ന് പറയും. എൻ്റെ ഓർമ്മ വെച്ച കാലം തുടങ്ങി ഇതുവരെ അമ്പലത്തിൽ ഞാൻ ഉത്സവത്തിന് പോവാതിരുന്നില്ല. ഡൽഹിയിലായിരുന്നപ്പോൾ എനിക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയ കാര്യമാണ് കേട്ടോ. ഞാൻ എങ്ങനെ അമ്പലത്തിൽ ഉത്സവത്തിന് വരും, എനിക്ക് അമ്പലത്തിൽ ഉത്സവവും വിഷു എല്ലാം മിസ്സാവും എന്നൊക്കെ. ബേസിക്കലി അമ്പലത്തിൽ പോകുന്നതിൻ്റെ ഒരു വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ അനാവശ്യമായ ചോദ്യങ്ങൾക്കുള്ള അനാവശ്യമായ ഉത്തരമാണ് ഇതെന്ന് എനിക്കറിയാം. എന്നാലും ഈ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഈ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി കൊടുക്കാതിരിക്കാൻ എനിക്ക് വയ്യ. ഇതെന്നെ അറിയാത്ത ആൾക്കാർ ചോദിക്കുന്നതല്ല കേട്ടോ, എന്നെ നന്നായിട്ട് അറിയുന്ന ആൾക്കാർ എന്നെ ചോദിക്കുന്നത്. ഈ ബികോം എംകോം CMA ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ എങ്ങനെ ഒരു ക്യാബിൻ ക്രൂ ആയി? ഇതാണ് പലരുടെയും ആദ്യത്തെ സംശയം. സുഹൃത്തുക്കളെ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് 2-3 ഇൻ്റർവ്യൂസൊക്കെ അറ്റംപ്റ്റ് ചെയ്തിട്ട് കിട്ടിയൊരു ജോലിയാണ്. വെറുതെ കിട്ടിയതൊന്നുമല്ല. വളരെ 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 കഷ്ടപ്പെട്ടിട്ട് എൻ്റെ ഒരു ഡ്രീം ജോബിലേക്ക് ഞാൻ എത്തിപ്പെട്ടതാണ്. എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോയിൽ പറഞ്ഞു തീരില്ല എന്നറിയാവുന്നത് കാരണം കൊണ്ട് ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്തൊരു വീഡിയോ ഇടാം കേട്ടോ. അതിനകത്ത് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയും. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരാം. ബൈ.